പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ കിച്ചണിൻ്റെ പിറന്നാളാണെന്ന്. അപ്പോൾ അതേ പിറന്നാൾക്ക് വേണ്ടി നല്ല ഉറക്കമാണ് കേട്ടോ, എണീറ്റിട്ടില്ല. അവൻ എന്തായാലും ഉറങ്ങട്ടെ. ഇപ്പോൾ എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം വാശി പിടിച്ചിട്ടിരിക്കും. അപ്പോൾ എന്തായാലും അവൻ ഉറങ്ങിക്കോട്ടെ. ഞാൻ പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ ദിവസമാണ്. നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് നേരത്തെ എണീക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എണീറ്റ് വന്നപ്പോൾ അമ്മ ഭയങ്കര കുക്കിംഗ് പണിയിലാണ് കേട്ടോ. സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സദ്യവട്ടങ്ങളൊക്കെ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ചായിട്ട് അങ്ങനെ വീട്ടിൽ സദ്യകളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. പുറത്തുനിന്ന് സദ്യ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം നമുക്കത് പറ്റില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതേ അമ്മ എല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡി ആകുന്നതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഞാൻ അവസാനം കാണിച്ചത്. നമ്മുടെ മാങ്ങച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മ അവിടെ കുക്കിംഗ് പണിയിലാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പിറന്നാൾക്കുട്ടി ഇവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ. എണീറ്റ സമയത്ത് ഭയങ്കര വാശി ഇരുന്നിട്ട് അവന് അമ്മ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ എടുത്ത് ഉമ്മർത്ത് വന്നിരുന്നപ്പോഴേക്കും പുള്ളിക്കാരൻ വീണ്ടും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചണിൽ എണീക്കുമ്പോഴേക്കും എൻ്റെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം എന്തായാലും അവനെ എടുത്തിരുന്ന് അവൻ്റെ വാശിയൊക്കെ ഒന്ന് മാറ്റി അവനെ അങ്ങനെ ഉഷാറാക്കി എടുക്കാം. അതിനുശേഷം അവനെ കുളിപ്പിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവൻ്റെ വാശിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ. അങ്ങനെ ഞാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇതെൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിനെടുത്ത ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കളറൊക്കെ അടിപൊളിയാണ് കേട്ടോ. അമ്പലത്തിലേക്കല്ലേ പോകണം. അപ്പോൾ ധാവണിയൊക്കെ ചുറ്റാന്നാണ് ഞാൻ മുൻകൂട്ടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ഭയങ്കര വാശിയായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. വേറെ അല്ലാതെ നമ്മുടെ കിച്ചൂടിനെ എന്തിനാണ് നമ്മുടെ കിച്ചൂട് ഇങ്ങനെ വാശി പിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ കുളിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിലായിട്ടാണ് കൊടുത്തത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയാണ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത്. ഇവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയാണ് അവനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനത് ഇഷ്ടമായില്ല കേട്ടോ. ഇനി ആ ഡ്രസ്സൊക്കെ ഊരി എടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് ആദ്യം മുതൽ ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വാശിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഭയങ്കര വാശിയാണ്. ഇപ്പോൾ അവന് തൊട്ടേനും പിടിച്ചതിനൊക്കെ വാശിയാണ് കേട്ടോ. ഞാൻ ഫുഡ് കൊടുത്താലേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുത്താലേ അവനത് ശരിയാവുള്ളൂ. അങ്ങനെ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര വാശിയാണ്. ചെറുപ്പത്തിൽ ഇത്രയും വാശി നമ്മുടെ കിച്ചൂടിനുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ വലുതാവും തോറും അവൻ്റെ വാശി കൂടിയിട്ട് വരികയാണ്. അവസാനം ഞാൻ ആ ഡ്രസ്സ് ഊരിയിട്ട് ഞാൻ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലം, മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം കിച്ചൂടിൻ്റെ പിറന്നാളിന് ഗുരുവായൂർ പോയി തൊഴാന്നായിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതല്ലെങ്കിൽ അങ്ങനെയുള്ളൂ, നമ്മൾ എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്താലും അതൊന്നും നടക്കില്ലല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കാര്യത്തിൽ ഒട്ടും നടക്കാറില്ല. അപ്പോൾ ഞങ്ങൾ എന്നാൽ ശരി ഗുരുവായൂർക്ക് പിന്നെ പോവാം. ഇപ്പോൾ വന്നിട്ട് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ വന്ന് തൊഴാന്ന് വിചാരിച്ചു. ഇവിടേക്ക് വേണ്ടി കുറച്ചായിട്ടോ. അപ്പോൾ ഇവിടെ വന്ന് തൊഴാന്ന് വിചാരിച്ചു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അപ്പോൾ നന്നായി തൊഴുത് ഉള്ളിൽ കയറിയിട്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഒരു പാടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതെൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് തൊഴാം ഗുരുവായൂർക്ക് പിന്നെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങിയിട്ടോ. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചൂടിന് അവിടെ നിന്ന് വേറെ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. വീട്ടിലെത്തിപ്പാടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഡെക്കറേഷൻ പണികളൊക്കെ ആരംഭിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്രാവശ്യം എന്നെ സഹായിക്കാൻ ഏട്ടനില്ല കേട്ടോ. ഏട്ടന് ലീവ് കിട്ടിയില്ല. പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ലായിട്ട് ലീവ് എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടന് ഇല്ലാത്ത കാരണം ഞാൻ തന്നെ ബലൂണുകളൊക്കെ വീർപ്പിക്കണം, അല്ലെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്ത ഏട്ടൻ വേഗം വീർപ്പിച്ച് തരുമായിരുന്നു കേട്ടോ. പിന്നെ എന്നെ സഹായിക്കാൻ എൻ്റെ മക്കളുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും ഏട്ടൻ്റെ അമ്മയും അച്ചൂട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡെക്കറേഷൻ പണികൾ ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ.
ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കർട്ടണോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അച്ഛൻ്റെ ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് അതിലായിട്ട് ഈ ഹാപ്പി ബർത്ത്ഡേ സംഭവങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബലൂണുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് മുറിക്കാൻ ഇവിടെ ഒരു മേശയും അവിടെ കുറച്ച് ബലൂണുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. ഞാൻ എല്ലാ പ്രാവശ്യം കേക്ക് വാങ്ങുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇപ്രാവശ്യം ഈ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ആളെടുത്ത് നമുക്ക് വിശ്വസിച്ചിട്ട് കേക്ക് വാങ്ങാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ റേറ്റിനുള്ളിൽ എനിക്ക് അടിപൊളിയാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ആൾ നല്ല സൂപ്പറാക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ബ്ലൂബെറിയുടെ കേക്കാണ് വരുന്നത്. അതിൽ കുറച്ച് കാർട്ടൂൺസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മിഠായി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ലഡ്ഡു ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ കേക്ക് മുറിക്കുന്നതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അച്ചൂട്ടൻ കിച്ചൂട്ടിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചൂട്ടൻ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഓപ്പൺ ചെയ്യായിരുന്നു. ഒരു ഹെലികോപ്റ്റർ ആണ് കേട്ടോ. ഈ റിമോട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മൾ കൈയൊക്കെ അടിയിൽ വെച്ച് മുകളിലേക്ക് പോകുന്നില്ല, ആ ഒരു ടൈപ്പ് ഹെലികോപ്റ്റർ ആണ് കേട്ടോ. അതിൻ്റെ ഒരു മോഡലാണ് അപ്പുറത്തിരിക്കുന്നത്. അത് നമ്മുടെ അച്ചൂട്ടൻ്റെയാണ്. ഏട്ടൻ വാങ്ങിച്ചാണ് കേട്ടോ രണ്ടാൾക്ക് വേണ്ടി. അപ്പോൾ കിച്ചൂട്ടിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് പിറന്നാളിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഇതേ ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ട്, പിന്നെ ഏട്ടൻ്റെ അമ്മയും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ മുറിക്കൽ കഴിഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഇതേ ഹെലികോപ്റ്റർ വിട്ട് കളിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവമായിരുന്നു. നല്ല അതിൽ
മുകളിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കുട്ടികൾക്കും ഇഷ്ടമായി. ഇനി നമുക്ക് സദ്യവട്ടങ്ങളൊക്കെ കണ്ടിട്ട് വരട്ടെ. വലിയ രീതിയിലൊന്നും നമ്മുടെ വീട്ടിൽ സദ്യവട്ടം ഒന്നും ഒരുക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് വിളക്കത്ത് വിളമ്പേണ്ടതല്ലേ, അപ്പോൾ കുറച്ചെങ്കിലും വേണ്ട വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അച്ചാർ, പിന്നെ ചക്കയും കൊണ്ട് എലിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇഷ്ടു, സാമ്പാർ, പപ്പടം, പിന്നെ പായസം, സേമിയ പായസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ. പിന്നെ ഉപ്പേരി, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമ്മൾ നമ്മുടെ വിളക്കത്തൊക്കെ വിളമ്പിയിട്ട് സദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. കിച്ചൂടിന് വേണ്ട ചോറ് കിച്ചൂടൻ കഴിച്ചതിന് ശേഷം അവൻ വേഗം കളിക്കാൻ വേണ്ടി പോയിട്ട്, അപ്പോൾ ബാക്കിയുള്ള ചോറ് ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ചോറും പയറുപേരിയും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ നിവേദും അച്ചൂട്ടിനൊക്കെ ചോറ് കഴിക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ കഴിഞ്ഞ ശേഷം ദേ അമ്മയും അച്ഛനും ബ്രദറൊക്കെ കൂട്ടിയിരുന്ന് ചോറ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യവട്ടങ്ങളൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും നല്ല ഇതിൽ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അച്ചൂട്ടിനും ഏട്ടൻ്റെ അമ്മയും കൂടിയിട്ട് വൈകുന്നേരം ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് പോയിട്ട് അച്ചൂട്ടൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. ഞാൻ പോകണ്ട പറഞ്ഞ പക്ഷേ അവൻ കേട്ടില്ല, അവൻ പോയിട്ടാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കിച്ചൂട്ടിന് അവിടെ ബലൂണൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിച്ചൂട്ടിൻ്റെ പിറന്നാളിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കുട്ടി വ്ളോഗ് ഇട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കിച്ചൂട്ടിൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.